മലേഷ്യയിലെ കൗലാലംപൂരിൽ നിന്നും ജെൻറ്റിങ് ഐലൻഡിലേക്കുള്ള യാത്ര രാവിലെ 10:30 ഹോട്ടലിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് 1 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് നാം ഇപ്പോൾ ജെൻറ്റിങ് ഐലൻഡിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ ജെൻറ്റിങ് ഐലൻഡിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ ഈ ജെൻറ്റിങ് ഐലൻഡിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവുമൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. മനോഹരമായ ഈ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴും ഞാൻ ജെൻറ്റിങ് ഐലൻഡിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൻടോങ് ജില്ലയിലെ ഗുവാങ് യുലുകാലി പർവ്വതനിരകളിലെ മഴക്കാടുകളിലെ കാമറൂൺ മലയ്ക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 6000 അടി ഉയരത്തിലാണ് ജെൻറ്റിങ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ബൊട്ടോങ് ജയ എന്ന സ്ഥലത്തു നിന്നും കേബിൾ കാർ വഴിയാണ് ഇവിടേക്കുള്ള പ്രവേശനം. 100 മീറ്റർ ഇടവിട്ട് പണിതിരിക്കുന്ന ടവറുകളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് വടത്തിലൂടെയാണ് മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ ഈ കേബിൾ കാറുകൾ സഞ്ചരിക്കുന്നത്. വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന 50ഓളം കേബിൾ കാറുകളാണ് ഇവിടെയുള്ളത്. ഇരുദിശകളിലേക്കുമായി മണിക്കൂറിൽ 2000ഓളം ആളുകൾ ഇതിലൂടെ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. 13,000 ഏക്കറിലാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 6 ഹോട്ടലുകളും 6 ഷോപ്പിംഗ് മാളുകളുമുണ്ട്. ഔട്ട്ഡോർ തീം പാർക്കും മറ്റ് ചില കേന്ദ്രങ്ങളും ഒഴികെ എല്ലായിടത്തും ഉയരത്തിൽ ചില്ല് മേൽക്കൂരയും സ്ഥാപിച്ചിരിക്കുന്നു. 6 ഹോട്ടലുകളിലായി 10,000ഓളം മുറികളുമുണ്ട്. മുറികളുടെ എണ്ണത്തിൽ 2006 ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം നേടിയ ഫസ്റ്റ് വേൾഡ് ഹോട്ടലിൽ 6118 മുറികളാണ് ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുറികളുള്ള ഹോട്ടലാണിത് എന്നാണ് പേര് കേട്ടിരിക്കുന്നത്. മലേഷ്യയിലെ ലൈസൻസുള്ള ഏക ചൂതുകളി കേന്ദ്രവും ഇവിടെയാണ്. മലേഷ്യയിലെ വ്യവസായ സാമ്രാജ്യ തലവനായിരുന്ന ടാൻ ലിം നോട്ടോങ് ആണ് ഈ നഗരിയുടെ സൃഷ്ടാവ്. ഇങ്ങനെ ഈ നഗരിയുടെ ചരിത്രവും ഇതിൻ്റെ ജനനവും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബസ് ഈ നഗരിയിലെ അവിടെ നിന്നും സഹയാത്രികർക്കൊപ്പം ഞാനും ബസ്സിൽ നിന്നിറങ്ങി ഈ ജെൻറ്റിങ് ഐലൻഡിൻ്റെ എസ്കലേറ്ററുള്ള ഭാഗത്തേക്ക് നടക്കുകയുമാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും ആദ്യം എസ്കലേറ്ററിൽ സഞ്ചരിച്ചതിന് ശേഷം വേണം കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ. പിന്നെ അവിടെ നിന്നും ജെൻറ്റിങ് ഐലൻഡിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്താൻ 2 തലങ്ങളിലായി നാം കേബിൾ കാറിൽ സഞ്ചരിക്കണം. അങ്ങനെ എസ്കലേറ്ററിൽ സഞ്ചരിക്കാനായി നമ്മുടെ ഊഴവും കാത്ത് സഹയാത്രികർക്കൊപ്പം ഞാനും ഈ ബസ് പാർക്കിങ്ങിൽ കാത്തിരിക്കുകയാണ്. അപ്പോഴും എസ്കലേറ്ററിൽ ജെൻറ്റിങ് ഐലൻഡിലേക്ക് പോകുന്നവരും അവിടുത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങുന്നവരുമായ ധാരാളം യാത്രികരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാവരും അത്യുത്സാഹത്തോടെയാണ് ഈ യാത്രയ്ക്കായി ഇവിടെ എത്താറുള്ളത്. മലേഷ്യയിലെ ഊട്ടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥയാണ് ഈ ജെൻറ്റിങ് ഐലൻഡിൽ ഉള്ളത്. കാരണം പൊതുവെ ചൂട് കാലാവസ്ഥയും ഉച്ചകഴിഞ്ഞ് മഴയും ഒക്കെയുള്ള മലേഷ്യയിൽ സുഖവാസ കേന്ദ്രമായി അറിയപ്പെടുന്നതും സുഖവാസ കേന്ദ്രമായി രൂപം കൊണ്ടതുമായ ഏക സ്ഥലമാണ് ഈ ജെൻറ്റിങ് ഐലൻഡ്സ്. അതുകൊണ്ട് തന്നെ വാരാന്ത്യങ്ങളിൽ ഇവിടുത്തെ സമ്പന്നരും അതുപോലെ തന്നെ ജോലിക്കാരും സാമ്പത്തികമായി കഴിവുള്ളവരും ഇവിടുത്തെ സാധാരണ ജനങ്ങളും ഒക്കെ വിശ്രമത്തിനും വിനോദത്തിനുമായി ഓടിയെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ജെൻറ്റിങ് ഐലൻഡ്സ്.
ഇങ്ങനെ നമ്മുടെ ഊഴമെത്തിയപ്പോൾ സഹയാത്രികർക്കൊപ്പം ഞാനും എസ്കലേറ്ററിൽ മുകളിലത്തെ നിലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാം നിലയിൽ എത്തുമ്പോൾ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന പല മാളുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ലോക ബ്രാൻഡുകളുടെ തന്നെ ഒരു സമ്മേളനമാണ് ഈ സ്ഥലത്ത് നമുക്ക് കാണാനാവുന്നത്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അടുത്ത നിലയിലേക്ക് പോകാനുള്ള എസ്കലേറ്ററിൽ കയറി സഹയാത്രികർക്കൊപ്പം ഞാനും മുകളിലത്തെ നിലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ളെ നിറഞ്ഞ ഈ എസ്കലേറ്ററും ഇവിടുത്തെ പരിസരങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന അനേകം കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എവിടെയും ആഹ്ലാദ തിമിർപ്പിൻ്റെ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ബ്രാൻഡഡ് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ ഫുഡ് കോർണറുകളാണെങ്കിലും ലോകോത്തര ബ്രാൻഡുകളായ KFCയും ഒക്കെ പോലെയുള്ള ബ്രാൻഡഡ് ഷോപ്പുകളും ഒക്കെ ധാരാളമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. മുകളിലത്തെ നിലയിലേക്ക് എത്തിയ സഹയാത്രികർക്കൊപ്പം ഞാനും സെക്യൂരിറ്റി പരിശോധനയൊക്കെ കഴിഞ്ഞ് ക്യൂവിൽ ഇനി ഗൊണ്ടോള എന്നറിയപ്പെടുന്ന കേബിൾ കാറിനെ ലക്ഷ്യമാക്കി ഇവിടേക്ക് നടക്കുകയാണ്. ഞങ്ങൾക്ക് മുമ്പും പിൻപുമായി ധാരാളം യാത്രികരും നമ്മോടൊപ്പം ഈ കേബിൾ കാറിൽ കയറി ഇവിടെ നിന്നും ഈ സ്ഥലത്തിൻ്റെ മകുടമായ ജെൻറ്റിങ് ഹൈലൻഡ്സിലേക്ക് പോകാനായി നീണ്ട ക്യൂവിൽ നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ പ്രായത്തിൽ ഉള്ളവരും വിവിധ വേഷം ധരിച്ചവരുമായ ധാരാളം ടൂറിസ്റ്റുകൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ ജെൻറ്റിങ് ഹൈലൻഡ്സിൻ്റെ തലപ്പത്ത് എത്താനുള്ള ആകാംക്ഷയോടെ ക്യൂവിൽ നിൽക്കുന്നവരാണ്. ഇങ്ങനെ ക്യൂവിൽ നിന്നുകൊണ്ട് നമ്മുടെ ഊഴവും കാത്തു നിൽക്കുമ്പോൾ ഞാൻ ഈ ജെൻറ്റിങ് ഹൈലൻഡ്സിൻ്റെ ചരിത്രമാണ് കൂടുതലായി ചിന്തിക്കുന്നത്. മലേഷ്യയിലെ തന്നെ പഹാങ് സംസ്ഥാനത്ത് കോലാലംപറിന് സമീപം ടിങ് വാങ്സ പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6000 അടി അല്ലെങ്കിൽ 1800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ജെൻറ്റിങ് ഹൈലൻഡ്സ്. തണുത്ത കാലാവസ്ഥ, ഔട്ട്ഡോർ ഇൻഡോർ തീം പാർക്കുകൾ, കാസിനോകൾ, കേബിൾ കാർ യാത്ര എന്നിവയ്ക്ക് പേരുകേട്ട ഈ സ്ഥലം സിറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. 1960കളിൽ ലിങ് ഗോ തോങ് ആണ് ഈ ഹിൽ റിസോർട്ട് സ്ഥാപിച്ചത്. അത് ബെൻടോങ് ജില്ലയിലെ മഴക്കാടുകൾക്ക് മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഗോട്ടോങ് ജയർ എന്ന സ്ഥലത്ത് നിന്നും കേബിൾ കാർ വഴി ഇവിടെ എത്താം. വളരെ ഈ യാത്ര മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണ്. ദിവസേന എന്നവണ്ണം ആയിരക്കണക്കിന് യാത്രികരാണ് ഇവിടേക്ക് ഈ വിനോദസഞ്ചാര സ്ഥലം സന്ദർശിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേബിൾ കാറുകളാണ് യാത്രികരെ ഇവിടെ നിന്നും ഈ ശൃംഗത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിക്കുന്നത്. ഒരേ സമയം 10 യാത്രക്കാർക്ക് ഇരുന്ന് സഞ്ചരിക്കാവുന്ന കേബിൾ കാറുകൾ ഇല്ലെങ്കിൽ ഗൊണ്ടോളകളാണ് ഇവിടെ ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. അതിങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിലെ കയറി വേണം യാത്രികർ ഈ മുകളിലത്തെ നിലയിലേക്ക് പോകാനും അതുപോലെ തന്നെ ഈ ജെൻറ്റിങ് ഹൈലൻഡ്സിൻ്റെ ഉത്തുംഗങ്ങളിലേക്ക് എത്തിപ്പെടാനും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടലുകളിൽ ഒന്നായ ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട്
6118 മുറികളാണ് ഈ ഹോട്ടലിന് ഉള്ളത് എന്നതാണ് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന ഒരു അറിവ്. അത് ഗിന്നസ് റെക്കോർഡ് ഓഫ് വേൾഡിൽ സ്ഥാനം പിടിച്ച ഓരോ ഹോട്ടൽ കൂടിയാണ്. ഇങ്ങനെ നമ്മുടെ ഊഴമെത്തിയപ്പോൾ നാം കേബിൾ കാറിലേക്ക് കയറുകയും 10 പേരടങ്ങുന്ന ടീമുകളിലായി 2 കേബിൾ കാറുകളിൽ നാം ഹൈലൻഡ്സിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. താഴേക്ക് നോക്കുമ്പോൾ മഴക്കാടുകൾക്ക് മീതെ കേബിൾ കാറുകൾ ഇരുന്ന് സഞ്ചരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ്. കാടിന് അല്പം പോലും പരിക്കേൽപ്പിക്കാതെ, പ്രകൃതിക്ക് അല്പം പോലും വേദന ഉണ്ടാക്കാതെ ഏറ്റവും മനോഹരമായി, ഏറ്റവും ശാസ്ത്രീയമായി നിർമ്മിച്ച കേബിൾ കാർ വഴിയാണ് ഈ ശിഖര അഗ്രത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടത്. ഒരിടത്തും പ്രകൃതിയോട് യാതൊരുവിധ അനീതിയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നിബിഡ വനങ്ങളും മഴക്കാടുകളും ഇടതൂർന്ന് തിങ്ങി വളർന്നിരിക്കുന്ന പച്ചപ്പുകളും ഒക്കെയാണ് നമ്മെ എതിരേൽക്കുന്നത്. നാം ഇരുന്ന് സഞ്ചരിക്കുന്ന കേബിൾ കാറുകൾക്ക് എതിരെ നമ്മെ കടന്നു പോകുന്ന മറ്റ് കേബിൾ കാറും അതിൽ സന്തോഷഭരിതരായി ആനന്ദപുളകിതരായി ഇരിക്കുന്ന യാത്രികരും ഒക്കെ നമ്മുടെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ്. എല്ലാവരുടെയും മുഖത്ത് അത്ഭുതവും സന്തോഷവും ആഹ്ലാദവും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നാം ഇരുന്ന് സഞ്ചരിക്കുന്ന ഈ ഗൊണ്ടോളയിൽ ഇല്ലെങ്കിൽ കേബിൾ കാറിൽ നമ്മുടെ സഹയാത്രികരെല്ലാം കണ്ണ് തുറന്ന് ഈ മനോഹര കാഴ്ചകൾ കണ്ണിലും ക്യാമറയിലും ഒപ്പിയെടുക്കുകയാണ്. ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കാനുള്ള അവസരവും ഈ ഗൊണ്ടോളയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. കാരണം അത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഗൊണ്ടോളയിലിരുന്ന് നാം മുകളിലേക്ക് കയറുന്തോറും കാലാവസ്ഥയിൽ വരുന്ന മാറ്റം നമുക്ക് വേദ്യമാണ്. കുന്നിൻ മുകളിലായി ഇപ്പോൾ കോടമഞ്ഞ് മൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം 6000 അടി ഉയരത്തിലേക്ക് നാം കയറുന്തോറും പ്രകൃതി പതിയെ തണുക്കാൻ തുടങ്ങും. കാലാവസ്ഥ ചൂടിൽ നിന്ന് മാറി തണുപ്പിലേക്ക് രൂപാന്തരപ്പെടും. മുകളിലുള്ള അമ്പരചുംബികളായ ഹോട്ടലുകൾ കോടമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നല്ല ചൂടുള്ള കോലാലംപൂരിലെ കാലാവസ്ഥയിൽ നിന്നും മനോഹരമായ കാലാവസ്ഥയുള്ള, വളരെ സുഖകരമായ കാലാവസ്ഥയുള്ള ഈ സ്ഥലത്തേക്കുള്ള യാത്ര ഒരു വിനോദം എന്നതിലുപരി ജനങ്ങൾക്ക് ഒത്തിരിയേറെ ആശ്വാസം കൂടിയാണ് നൽകുന്നത്. കാരണം ഇവിടെയുള്ള കാലാവസ്ഥ അത്ര സുഖകരമാണ്. 18 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെയാണ് സാധാരണയായി ഇവിടുത്തെ കാലാവസ്ഥ. നാം കേബിൾ കാറിലിരുന്ന് പകുതി ദൂരം സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റോപ്പ് വരികയായി. അവിടെ ഒരു ചൈനീസ് ടെമ്പിളാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചൈനീസ് ടെമ്പിൾ കാണാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനുമായി കേബിൾ കാർ അല്പസമയത്തേക്ക് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ഐലൻഡിൻ്റെ ഉച്ചിയിലേക്ക് അത് തൻ്റെ യാത്ര തുടരുന്നത്. നാം യാത്രയിൽ ഉടനീളം ഈ ഐലൻഡിൻ്റെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന അനേകം ഹോട്ടലുകളും മറ്റ് സ്ഥാപനങ്ങളുമാണ് കാണുന്നത്. അത്രയേറെ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വിശാലമായ ഹോട്ടൽ ശൃംഖലകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഏതാണ്ട് 10,000 മുറികൾ ഇവിടെ യാത്രികർക്കായി ലഭ്യമാണ് എന്നതാണ് ഒരു കണക്ക്. ഏറ്റവും കൂടുതൽ മുറികളുള്ള
വേൾഡ് ഫസ്റ്റ് ഹോട്ടൽ എന്ന ഗിന്നസ് ബുക്കിൽ പേര് വന്ന ഹോട്ടലിൽ തന്നെ ഏതാണ്ട് 6118 മുറികളുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന യാത്രികരുടെ ബാഹുല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നാം ഈ ഹൈലൻഡിൻ്റെ ശൃംഗത്തിലേക്ക് യാത്ര ചെയ്യുന്തോറും കോടമഞ്ഞിൻ്റെ കനം കൂടി വരികയാണ്. ഇപ്പോൾ നാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോടമഞ്ഞ് നന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുകളിലുള്ള അമ്പര ചുംബികളായ കെട്ടിടങ്ങൾക്ക് മീതെ മഞ്ഞിൻ്റെ ആവരണം തീർത്ത വെളുത്ത കോടമഞ്ഞാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുക. ഒരു പരിധിവരെ അവിടെയുള്ള കാഴ്ചകൾ പോലും മങ്ങുമാറ് അത്ര കനത്തിലുള്ള കോടമഞ്ഞാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. വെളുത്ത നിറത്തിലുള്ള ഹോട്ടലുകളുടെ മുകളിൽ പഞ്ഞി വിതറിയ പോലെ വെളുത്ത നിറത്തിലുള്ള കോടമഞ്ഞ് എത്ര നയനമനോഹരവും സുന്ദരവുമാണ് എന്ന് നമുക്ക് വാക്കുകളിൽ വർണ്ണിക്കാൻ കഴിയുകയില്ല. അത്ര മനോഹര കാഴ്ചകളാണ് നമുക്കായി പ്രകൃതി ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. വർഷം മുഴുവനും തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ മധുവിധു ആഘോഷിക്കുവാനും കുടുംബത്തോടൊപ്പം അവധിക്കാലം ചെലവഴിക്കാനും സഞ്ചാരികൾ ഇവിടെ എത്തിപ്പെടാറുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങൾ ജെൻറ്റിങ് സ്കൈ വേൾഡ് തീം പാർക്ക്, കാസിനോ ഡി ജെൻറ്റിങ്, ഗ്ലാസ് മേൽക്കൂരയോട് കൂടിയ ഷോപ്പിംഗ് മാളുകൾ, ഭക്ഷണശാലകൾ, ചിൻ സ്വീ കേവ് ക്ഷേത്രം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങൾ. ഇങ്ങനെ നാം ഇവിടെ നമുക്ക് ലഭിക്കാനിരിക്കുന്നതും ഇവിടെ നാം കാണാനിരിക്കുന്നതുമായ വളരെ വിശേഷപ്പെട്ട അനവധി കാഴ്ചകളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിക്കുന്ന കേബിൾ കാർ അതിൻ്റെ അവസാന ലക്ഷ്യമായ അവസാനത്തെ സ്റ്റോപ്പായ ഗെൻറ്റിങ് ഹൈലൻഡ്സിൻ്റെ സ്റ്റോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം കേബിൾ കാറിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ മനോഹരമായ പാർക്കിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കുക. അത് കെട്ടിടങ്ങളായാലും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന തീം പാർക്കുകളായാലും അഡ്വഞ്ചർ പാർക്കുകളായാലും ഫുഡ് കോർട്ടുകളായാലും മാളുകളായാലും അങ്ങനെ നിരവധി അത്ഭുതങ്ങളാണ് നമ്മെ കാത്ത് ഇവിടെ ഇരിക്കുന്നത്. ഈ അത്ഭുതങ്ങളിലേക്ക് നാം നമ്മുടെ കേബിൾ കാറിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ അത്ഭുത കാഴ്ചകളിലേക്ക് നടന്നു നീങ്ങാം. അത്ഭുത കാഴ്ചകൾ കണ്ട് നമുക്ക് മതിവരുവോളം ഇവിടുത്തെ അത്ഭുതങ്ങൾ ആസ്വദിക്കാം.